കേരളക്കാരനായതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സിൽ പണിമുടക്കൊന്നും ബാധിക്കുന്നില്ല. കാരണം മനുഷ്യന്മാർ പൊതുവെ നമ്മൾ മടിയന്മാരാണ്. അപ്പോൾ മടിയന്മാർക്ക് ഇന്നത്തെ ഒരു ദിവസം അനുകൂലമായിട്ട് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലൊന്നും ഒരു വലിയ കഴമ്പൊന്നുമില്ല. കാരണം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ മാറി മാറി നിയമങ്ങൾ ഉണ്ടാക്കുന്നു, മാറി മാറി വരുന്ന പ്രതിപക്ഷങ്ങൾ ബന്ദുകൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ സാധാരണക്കാരനെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് പല ആൾക്കാരും യാത്ര നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. കാരണം ടൂറിസം വകുപ്പിൻ്റെ ഒരു മേളക്ക് വന്നതാണ് കാസർഗോട്ട് നിന്ന്. മേള ഇന്നലെ തുടങ്ങി. പക്ഷെ അവർ ഇന്ന് ഈ ബന്ദായതുകൊണ്ട് ആ മേള ഇന്നത്തെ കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇന്ന് പകൽ മുഴുവൻ ആ മേള ബന്ദാണ്. ആ മേളക്ക് വന്ന ആൾക്കാരെല്ലാം ഭക്ഷണമില്ലാതെ നട്ടം തിരിയുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ് സ്പോൺസേഡ് ബന്ദാണ് കേരളത്തിൽ പൊതുവെ ഇപ്പം. അപ്പം ഗവൺമെൻറ്റിൻ്റെ മേളക്ക് നാട്ടിലുള്ള എല്ലാ സംരംഭകരെയും വിളിച്ച് മേള തുടങ്ങി ഇന്ന് ക്ലോസ് ചെയ്തു. പക്ഷെ അവർക്ക് നാളെ തുടങ്ങിയാൽ മതിയായിരുന്നില്ലേ? അപ്പം അതാണ് ജനദ്രോഹം. ഞാൻ പറയുന്നത് ഈ ബന്ദ് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ ജനദ്രോഹം അതറിഞ്ഞിട്ട് ഗവൺമെൻറ് അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ഈ ബന്ദ് കഴിഞ്ഞിട്ടുള്ള ദിവസം തുടങ്ങിയാൽ മതിയായിരുന്നു. ഇത് ബന്ദ് നേരത്തെ അനൗൺസ് ചെയ്തതല്ലേ. അങ്ങനെ വലിയ അപാകതകൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്.